Okay, good morning. എനിക്ക് 44 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഉസ്താദ് ഷാനിദ്, ഓഡിയോ മ്യൂട്ട് ചെയ്യാം. എനിക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷാഹിന ഷെറിൻ, എനിക്ക് അനാട്ടമിയുടെ ഡെഫിനേഷൻ പറ. എനിക്ക് മ്യൂട്ട് ചെയ്തു. സനിൽ കുമാർ, എനിക്ക് അനാട്ടമിയുടെ ഡെഫിനേഷൻ പറ. ഓക്കെ. സംഗീത കെ ബി, എനിക്ക് ഫിസിയോളജിന്റെ ഡെഫിനേഷൻ പറ. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഷംസീറ എസ്, ഷംസീറ എസ്. ഓക്കെ, സ്കോപ്പ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി പറ. 2 പോയിന്റ് പറ. ഓക്കെ. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. സിയ ജോണി, ഓക്കെ. അടുത്ത 2 പോയിന്റ് പറ. അടുത്ത 2 സ്കോപ്പ്. ഓക്കെ, ഗുഡ്. നാജിയ നസ്രീൻ, നാജിയ നസ്രീൻ, നോ റെസ്പോൺസ്. മേഗൾ ഐസക്, ഓക്കെ. സെല്ലിനെ കുറിച്ച് പറ. ഓക്കെ, 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 ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും പിക്ചർ വരച്ചെന്ന് വിചാരിക്കുന്നു. പിക്ചറും നോട്ടും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, റേഞ്ച് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുക. ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൺലി എക്സാം മാത്രമാണ് അപ്ലോഡ് ചെയ്യില്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സൈറ്റോപ്ലാസം ആർ as follows. അതായത് സൈറ്റോപ്ലാസത്തിലെ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, in that first one water, second one ions. അയോൺസിൽ തന്നെ പൊട്ടാസ്യം, അയോൺസ് ഉണ്ടെങ്കിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ്, അതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അയോണുകൾക്ക് എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ്, എക്സെട്ര. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻസ്, ഇറ്റ് ഈസ് 2 ടൈപ്സ്. പ്രോട്ടീൻസ് 2 തരത്തിലുണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഫങ്ഷണൽ പ്രോട്ടീൻസും. പ്രോട്ടീൻസ് 2 തരത്തിലുണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഫങ്ഷണൽ പ്രോട്ടീൻസും. അതായത് ധർമ്മപരമായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചർ, ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ട്. ദെൻ നാലാമത്തെ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ 2 ഘടകങ്ങളാണ്. ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ.
ദെൻ അഞ്ചാമത്തെ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സൈറ്റോപ്ലാസം ആർ എസ് ഫോളോസ്. അതായത് സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് താഴെ പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ വാട്ടർ. വാട്ടർ ഒരു ഘടകമാണ്. ദെൻ അയോൺസ് ഉണ്ട്, അയോണുകൾ. ദെൻ എക്സാമ്പിൾസ് ആണ് പൊട്ടാസ്യം, മഗ്നീഷ്യം, ദെൻ സൾഫേറ്റ് എക്സെട്ര. ദെൻ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇറ്റ് ഇസ് ടു ടൈപ്സ്, സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആൻഡ് ഫങ്ഷണൽ പ്രോട്ടീൻസ്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എന്നിട്ടുണ്ടെങ്കിൽ ഷേപ്പ് മീൻസ് ആകൃതി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറലായിട്ട് രൂപപരമായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ പ്രോട്ടീൻസ് എന്നിട്ടുണ്ടെങ്കിൽ ധർമ്മപരമായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസും ഉണ്ട്. ദെൻ നാലാമത്തെ ഘടകം ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അഞ്ചാമത്തെ ഘടകം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ? അഞ്ചാമത്തത് കാർബോഹൈഡ്രേറ്റ്സ്. ഒന്നും കൂടി വായിക്കാം. ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സൈറ്റോപ്ലാസം ആർ എസ് ഫോളോസ്. അതായത് സൈറ്റോപ്ലാസം ഓൾറെഡി നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തെ കുറിച്ച്. ഓക്കെ, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് വാട്ടർ. സെക്കൻഡ് വൺ അയോൺസ്. അയോൺസിന് എക്സാമ്പിൾസ് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ് എക്സെട്ര. ദെൻ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ഇറ്റ് ഈസ് ടു ടൈപ്സ് ഉണ്ട്, സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഫങ്ഷണൽ പ്രോട്ടീൻസും. ദെൻ നാലാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ. അഞ്ചാമത്തത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞ ഘടകമാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. ഓക്കെ, കിട്ടിയോ? 5 പോയിന്റും കിട്ടിയോ? ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഇന്റേണൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഹെഡിങ് ഇന്റേണൽ ഓർഗനൈസേഷൻ. ഓക്കെ, അതായത് സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡ് ഉള്ള ഒരു ഓർഗനൈസേഷൻ മീൻസ് സെല്ലിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ദാറ്റ് 4 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. ഇന്റേണൽ ഓർഗനൈസേഷൻ മെയിൻ ഹെഡിങ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. ഓക്കെ, ഇതിലെന്താ വരുന്നത് നോക്കാം. കണ്ടെയ്ൻസ് DNA which directs activity of the cells. Okay, ന്യൂക്ലിയസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഉണ്ട്. It contains DNA which directs activity of the cells. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA കാണപ്പെടുന്നത്. ഈ DNA ആണ് എന്തിനു സഹായിക്കുന്നത്? കോശത്തിന്റെ പ്രവർത്തനങ്ങളെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യുക, മീൻസ് നയിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ന്യൂക്ലിയസ് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇറ്റ് കണ്ടെയ്ൻസ് DNA which directs activity of the cell. ഓക്കെ, അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA കാണപ്പെടുന്നത്. ഈ DNA ആണ് എന്തിനു സഹായിക്കുന്നത്? കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, DNA എന്താ? ആരെങ്കിലും പറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് DNA. ആരെങ്കിലും പറയാം. DNA എക്സ്പാൻഡ് ചെയ്യുക എന്താന്ന് അറിയുന്നത് പറയാം. ഡിയോക്സി. സയൻസ് സ്റ്റുഡൻസ് ഇല്ലേ? സയൻസ് സ്റ്റുഡൻസിന് ഓൾറെഡി ബയോളജി പഠിച്ചാണല്ലോ. സോറി, സുവോളജി. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണോ? DNA. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്യാം. ആരും ഇല്ല? ആർക്കും അറിയത്തില്ല? ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഡ് ചെയ്യേണ്ട അതെന്താ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. നിങ്ങൾ മൂവീസ് ഒക്കെ കാണുന്ന നിലയിലൊക്കെ DNA നെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഗീവ് എനി റെസ്പോൺസ്. $63 മെമ്പേഴ്സ് ഉണ്ട്. 63 മെമ്പേഴ്സിന് DNA എന്താന്ന് അറിയില്ല. ഇതിൽ സയൻസ് സ്റ്റുഡൻസ് ആരും ഇല്ല?
ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, ഇറ്റ്സ് റിലേറ്റഡ്. ഓക്കെ, ഡി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിതക മെറ്റീരിയൽ ആണ്. ജനറ്റിക് മെറ്റീരിയൽ മീൻസ് ജനിതക ഘടകമാണ്. മീൻസ് നമ്മുടെ പാരമ്പര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓക്കെ, നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഡി എൻ എനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. ഓൾറെഡി സയൻസ് സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചതാണ് ഡി എൻ എ. ഓക്കെ, ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡിയോക്സി ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ആർ എൻ എ ഉണ്ട്, ഡി എൻ എ ഉണ്ട്. ഓക്കെ, ഡിയോക്സി ന്യൂക്ലിക് ആസിഡും മറ്റേത് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, യാ ഓക്കെ. ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? അതൊന്ന് പറ. ആബിദ് എന്നാണോ പേര്? ഓക്കെ, പറ. ഡി എൻ എനെ കുറിച്ച് അറിയുന്ന പറയാം. അറിയില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ജനിതക ഘടകമാണ്. ഓക്കെ, എന്താ പറയാ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡി എൻ എ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ ഫോറൻസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നത്. മീൻസ് ഇപ്പൊ എന്താ പറയാ ഒരു മർഡർ നടന്നു. ഓക്കെ, മർഡർ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ മീൻസ് ഹെയർ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഡി എൻ എ കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പാരന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഓക്കെ, പാരന്റിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഈ ഡി എൻ എ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഡി എൻ എനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഇവിടെ ഈ പോയിന്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡി എൻ എ കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഡി എൻ എ ആണ് വിച്ച് ഡയറക്ട്സ് ആക്ടിവിറ്റി ഓഫ് ദ സെൽസ്. അതായത് ഡി എൻ എ ആണ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ ഓർഗനല്ലേ. ഇന്റേണൽ ഓർഗനൈസേഷൻ ഒന്നാമത്തത് ന്യൂക്ലിയസ് ആണ്, രണ്ടാമത്തത് ഓർഗനല്ലേ. Okay, in that a cell component that performs specific function in the cell. അതായത് ഓർഗനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് a cell component that performs specific function in the cell. അതായത് ഓർഗനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോശത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേക ഘടകങ്ങളാണ്. ഇതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഉള്ളത് കോശത്തിനുള്ളിൽ. ഒന്നുകൂടി പറയാം, ഓർഗനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശത്തിന്റെ ഉള്ളിലുള്ള ഒരു ഘടകമാണ്. ഇതിനെല്ലാം പ്രത്യേകം ധർമ്മങ്ങൾ ഉണ്ട് കോശത്തിനുള്ളിൽ. ക്ലിയർ ആയ ഓർഗനല്ലേ? ഓക്കെ, ഓർഗനൽ എന്ന് പറഞ്ഞാൽ എ സെൽ കമ്പോണന്റ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ ഇൻ ദ സെൽ. ഓക്കെ, അതായത് കോശത്തിന്റെ ഉള്ളിലുള്ള ഘടകങ്ങളെയാണ് ഓർഗനല്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓരോ ഓർഗനലിലേക്കും പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ഈ കോശത്തിനുള്ളിൽ ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകാം. മൂന്നാമത്തത് യൂക്കാരിയോട്സ്. എന്താണ് യൂക്കാരിയോട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. എക്സാമ്പിൾസ് ആനിമൽസ്, പ്ലാന്റ്സ് എക്സെട്ര. ഓക്കെ, അതായത് യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെൽസ് ദാറ്റ് കണ്ടെയ്ൻ ന്യൂക്ലിയസ്, അതായത് കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉള്ളതും അതുകൂടാതെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഓർഗനൽസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് കോശത്തിനുള്ളിലെ ഘടകമാണ്, അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ധർമ്മമാണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസ് അതിരുകൾ ഉള്ള, ഓക്കെ, മെംബ്രെയിൻ മീൻസ് പാളി കൊണ്ട് എന്താ പറയാ, മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു പാളി. ഓക്കെ, പാളി കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതിനെ കവർ ചെയ്തിരിക്കുക അല്ലെങ്കിൽ അതിരായിട്ട് നിലകൊള്ളുന്ന ഓർഗനൽസും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോശങ്ങളെ ആണ് യൂക്കാരിയോട്സ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒന്നും കൂടി പറയാം, യൂക്കാരിയോട്സ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉള്ളതും അതുകൂടാതെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് മീൻസ് പാളി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഓർഗനൽസും ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കോശങ്ങളെ യൂക്കാരിയോട്സ് എന്ന് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഈ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള സെൽസ് കാണപ്പെടുന്നത് ആനിമൽസിലും പ്ലാന്റ്സിലും ആണ്. ക്ലിയർ ആയോ? ഓക്കെ,
യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് കോശത്തിനുള്ളിൽ ന്യൂക്ലിയസും ഉണ്ടാകണം, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് മീൻസ് പാളി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ പാളി കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഓർഗനൽസും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോശങ്ങളെയാണ് യൂക്കാരിയോട്സ് എന്ന് വിളിക്കുന്നത്. ഈ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആനിമൽസിലും. അതിന് എക്സാമ്പിൾസ് ആണ് ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ. ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് പോകാം. നാലാമത്തെ പോയിന്റ് പ്രോകാരിയോട്സ്. നാലാമത്തത് പ്രോകാരിയോട്സ്. ഓക്കെ, ഇൻ ദാറ്റ് സെൽസ് ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. നേരത്തെ യൂക്കാരിയോട്സ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണ്? കോശത്തില് ന്യൂക്ലിയസും ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഇല്ല. എക്സാമ്പിൾ ബാക്ടീരിയ. പ്രോകാരിയോട്സ് നേരത്തെ പറഞ്ഞ യൂക്കാരിയോട്സിന് നേരെ വിപരീതം, ഓപ്പോസിറ്റ്. മീൻസ് സെൽസ് ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് ഇങ്ങനെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള കോശത്തിൽ ന്യൂക്ലിയസും ഇല്ല, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഇല്ല. അങ്ങനെയുള്ള പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു സെല്ലിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ. ബാക്ടീരിയയിൽ ഈ പ്രോകാരിയോട്ടിക് സെല്ലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. Okay, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓർഗനൽസിലോട്ട്, അതായത് ഇനി ഓർഗനൽസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. മീൻസ് സെല്ലിലെ കമ്പോണന്റ് ആയിട്ട്, ഓൾറെഡി പറഞ്ഞു സെല്ലിലെ കമ്പോണന്റ് ആണ്, മീൻസ് സെല്ലിലെ ഒരു ഘടകമാണ് ഓർഗനൽ. അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഫങ്ഷൻസ് ആണ് കോശത്തിനുള്ളിൽ ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ ഈ ഓർഗനൽസിനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. മീൻസ് 16 ഓർഗനൽസ് ആണ് കോശത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, 16 ഓർഗനൽസ് ആണ് കോശത്തിൽ കാണപ്പെടുന്നത്. ഞാനിവിടെ ജസ്റ്റ് വായിച്ചു വിടുകയാണ്. മീൻസ് നിങ്ങൾ ഈ 16 ഓർഗനൽസും എന്താ പറയുക വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ജസ്റ്റ് വായിക്കാം 16 ഓർഗനൽസ് ഏതൊക്കെയാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സെൽ മെംബ്രെയിൻ, സെക്കൻഡ് വൺ ന്യൂക്ലിയസ്, തേർഡ് വൺ സെൽ വാൾ, ഫോർത്ത് വൺ സൈറ്റോപ്ലാസം, ഫിഫ്ത്ത് വൺ സൈറ്റോസ്കെൽട്ടൻ, sixth one ribosome, then endoplasmic reticulum, then Golgi apparatus, then mitochondria, then lysosomes, then peroxisomes, then cilia and flagella, then basal bodies, then centrioles, then vacuoles, then plastids. അങ്ങനെ 16 ഓർഗനൽസ് ആണ് ഉള്ളത്. ഇത് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഞാനിപ്പോ വായിച്ചു വിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, സോ ഈ 16 ഓർഗനൽസിനെ കുറിച്ച് നമ്മളിനി ഈ 16 ഓർഗനൽസിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇനി പഠിക്കാൻ പോകണം. ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കാൻ പോകണം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഇനി പ്രത്യേകമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ടേം മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഒന്നാമത്തെ ഘടകത്തിലോട്ട് പോകാം. ഒന്നാമത്തെ കമ്പോണന്റിലോട്ട് പോകാം. ഒന്നാമത്തെ കമ്പോണന്റ് സെൽ മെംബ്രെയിൻ. ഓക്കെ, ഒന്നാമത്തെ ഘടകം സെൽ മെംബ്രെയിൻ. ഓക്കെ, ഇൻ ദാറ്റ് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ്, അതിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്, അതെങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആകൃതി എന്താണെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. സെൽ മെംബ്രെയിൻ മെയിൻ ഹെഡിങ്, ഇൻ ദാറ്റ് സബ് ഹെഡിങ് സ്ട്രക്ചർ. ഓക്കെ ഓക്കെ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വിത്ത് പ്രോട്ടീൻസ് ദാറ്റ് ഫങ്ഷൻ ആസ് ചാനൽസ് and receptors, also contains cholesterol which provides rigidity. Okay, അതായത് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ബൈലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാളികളാണ്. വിത്ത് പ്രോട്ടീൻസ്, അതിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചാനലായിട്ട് വർദ്ധിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു വഴിയായിട്ട്, ഓക്കെ, ഒരു ചാനലായിട്ട് വർദ്ധിക്കുകയാണ്. അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ആയിട്ട്, റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന ഒന്നായിട്ട് വർദ്ധിക്കുകയാണ്. മീൻസ് പ്രതികരിക്കുന്ന ഒന്നായിട്ട് വർദ്ധിക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വിത്ത് പ്രോട്ടീൻസ് ദാറ്റ് ഫങ്ഷൻ ആസ് ചാനൽസ് ആൻഡ് റിസപ്റ്റേഴ്സ്. അതായത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ബൈലെയർ ആണ്. ബൈലെയർ എന്ന് പറഞ്ഞാൽ 2 പാളികളാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്,
ഓക്കെ, ഈ ബൈലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ചാനൽ ആയിട്ട് നിലകൊള്ളുകയാണ്, ഒരു വഴിയായിട്ട് നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ആയിട്ട് മീൻസ് എതിർക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒന്നായിട്ട് നിലകൊള്ളുകയാണ്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. അതുകൂടാതെ തന്നെ ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഘടകം കൂടി അടങ്ങിയിട്ടുണ്ട്. വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഇതാണ് ഈ സെൽ മെംബ്രെയിന് കട്ടി നൽകുന്നത്. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ കട്ടി നൽകുന്നത് അല്ലെങ്കിൽ കാഠിന്യം നൽകുന്നത്. കൊളസ്ട്രോൾ, ഇതിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ ഉണ്ട്. വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി, അതായത് ഇതാണ് കട്ടി നൽകുന്നത് ഈ സെൽ മെംബ്രെയിന്. ക്ലിയർ ആയ സ്ട്രക്ചർ? ഗീവ് റെസ്പോൺസ്. ഓക്കെ 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 ഓക്കെ. സെൽ മെംബ്രെയിൻ ആണ് മെയിൻ ഹെഡിങ്. ഇൻ ദാറ്റ് സബ് ഹെഡിങ് സ്ട്രക്ചർ. ഓക്കെ, അതെങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് phospholipid bilayer with proteins that function as channels and receptors also contains cholesterol which provides rigidity. Okay, in that അതായത് phospholipid bilayer ആണ്, അതായത് phospholipid എന്ന് പറഞ്ഞ ഒരു ഘടകം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ബൈലെയർ എന്ന് പറഞ്ഞാൽ രണ്ട് പാളിയാണ്, വിത്ത് പ്രോട്ടീൻസ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ആ രണ്ട് പാളിന്റെ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ പാളി ബൈലെയർ, ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാനലായിട്ട് അല്ലെങ്കിൽ ഒരു റിസപ്റ്റേഴ്സ് ആയിട്ട് മീൻസ് ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒന്നായിട്ട് നിലകൊള്ളുകയാണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള രണ്ട് പാളിയാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ തന്നെ പ്രോട്ടീൻസും ഉണ്ട്. ഈ ലെയർ എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചാനലായിട്ട് നിലകൊള്ളുകയാണ് അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ ആയിട്ട് നിലകൊള്ളുകയാണ്. ഓക്കെ, ദെൻ ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. ഇത് കൂടാതെ തന്നെ ഈ സെൽ മെംബ്രെയിൻ രൂപം കൊണ്ടിരിക്കുന്നതിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഘടകവും ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾ വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഈ കൊളസ്ട്രോൾ എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടി നൽകുന്നു. ഈ എന്താ പറയാ സെൽ മെംബ്രെയിന് കട്ടി നൽകുന്നു. ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. നെക്സ്റ്റ് സബ് ഹെഡിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻ ദാറ്റ് സെലക്ടീവ്ലി പെർമിയബിൾ ബൗണ്ടറി ബിറ്റ്വീൻ സെൽ ആൻഡ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതായത് സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ ആണ്, ധർമ്മം എന്താണെന്നാണ് പറയുന്നത്. സെലക്ടീവ്ലി പെർമിയബിൾ ബൗണ്ടറി ബിറ്റ്വീൻ സെൽ ആൻഡ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് കോശത്തിനും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മീൻസ് പുറമെയുള്ള അന്തരീക്ഷത്തിനും ഇടയിൽ അതിന്റെ മധ്യത്തിലുള്ള ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ്. ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ് ഇതിന്റെ ഫംഗ്ഷൻ. സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ ആണ് മീൻസ് പാളി പോലെയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതായത് എന്താണ്, കോശത്തിനും അതുപോലെ തന്നെ പുറമെയുള്ള അന്തരീക്ഷത്തിനും ഇടയിലുള്ള ഒരു പെർമിയബിൾ ബൗണ്ടറി ആയിട്ട് മീൻസ് ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ്. ക്ലിയർ? ഒരു അതിരായിട്ട് ഒരു ബൗണ്ടറി ആയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ. അതായത് കോശത്തിനും പുറമെയുള്ള അന്തരീക്ഷത്തിനും മധ്യേ ഇടയിൽ ഒരു ബൗണ്ടറി ആയിട്ട് നിലകൊള്ളുകയാണ് ഇതിന്റെ ധർമ്മം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത്തെ കണ്ടന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അഖിൽ ജയ്മാൻ. No response. Agita Rajesh. Okay. What are the basic constituents of the cytoplasm? Okay. 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 Okay, very good. Give me a Amal Shah. Okay, internal organization le first nucleus vara.
ഓക്കെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഓക്കെ, ഗുഡ്. അയനമോൾ പി പി, അയനമോൾ പി പി, നോ റെസ്പോൺസ്. ജംസിയ പി എ, ജംസിയ പി എ. ഓക്കെ, ഓർഗനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, വെരി ഗുഡ്. ജെറിൻ, ഓക്കെ, യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ജെറിൻ മ്യൂട്ട് ചെയ്തോ, ജെറിന്റെ വോയിസ് കേൾക്കുന്നില്ല. ഫസ്ന സെയ്തു, ഫസ്ന, നോ റെസ്പോൺസ്. കിരൺ, കിരൺ, നോ റെസ്പോൺസ്. നസ്രി ഇബ്രാഹിം, നസ്രി ഇബ്രാഹിം. ഓക്കെ, യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മ്യൂട്ട് ചെയ്തോ. നിഹാല ഫെബിൻ, നിഹാല ഫെബിൻ. നിഹാല കേൾക്കുന്നുണ്ടോ? എനിക്ക് മ്യൂട്ട് ചെയ്തോ. നിഹാല വോയിസ് കേൾക്കുന്നില്ല, മ്യൂട്ട് ചെയ്തോ. സുനിത ജയൻ, സുനിത ജയൻ. ഓക്കെ, യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൽസ് ഉള്ളതോ? ഓക്കെ, എക്സാമ്പിൾ എന്താ? ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. സാദി സുരേന്ദ്രൻ, സൂര്യ സുനിൽ. പ്രൊകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നില്ലേ? വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ, പ്രൊകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആബിദ്, ആബിദ് കേൾക്കുന്നുണ്ടോ? ആബിദ് മ്യൂട്ട് ചെയ്തോ, വോയിസ് കേൾക്കുന്നില്ല. ശരത് സിയാർ, ശരത് സിയാർ. നോ റെസ്പോൺസ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, സെൽ മെമ്പറിന്റെ സ്ട്രക്ചർ പറ. കേൾക്കുന്നില്ലേ? സെൽ മെമ്പറിന്റെ സ്ട്രക്ചർ പറ. മ്യൂട്ട് ചെയ്തോ. അസ്നത്ത് സി കെ, ഓക്കെ, സെൽ മെമ്പറിന്റെ സ്ട്രക്ചർ പറ.
കെമിക്കൽ ചാനലായിട്ട്. ഉം. ഉം. എനിക്ക് ഫംഗ്ഷനും കൂടി പറ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ഓക്കെ.